പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ 3 വിധമാകുന്ന ദർശനം നമ്മൾ പ്രാപിക്കണം. ഒന്ന്, രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനം. 2, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം. 3, നരകത്തെക്കുറിച്ചുള്ള ദർശനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അനുദിന ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരക്രൂശിലെ ആ പരമയാഗം ബലിയെക്കുറിച്ച് നമ്മുടെ അധികം മുറിവേറ്റും നമ്മുടെ അകൃത്യം തകർന്നും നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ വഹിച്ച് നമുക്ക് വേണ്ടി കാൽവരി മരക്രൂശിൽ യാഗമായി തീർന്ന് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി പിതാവിനോട് നിലവിളിക്കുന്നതായ പുത്രനെക്കുറിച്ചുള്ള ദർശനം. രണ്ടാമത് പ്രാപിക്കേണ്ട ദർശനം, നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വെളിപ്പെടാൻ പോകുന്ന ആ സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിലെ സന്തോഷവും അനുഗ്രഹവും അവിടുത്തെ ആത്മീയമായ ശ്രേഷ്ഠതയുടെ അനുഭവത്തെക്കുറിച്ചുള്ള ദർശനം. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ദർശനം നരകത്തെക്കുറിച്ചുള്ള ദർശനമാണ്. അതായത് ഈ നരകം എന്ന് പറഞ്ഞത് നമുക്കറിയാം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം പിന്മാറിപ്പോയ ഏതൊരാളുടെയും ജീവിതത്തിൽ അന്ത്യനായ വിധിക്കായി വെള്ളസിംഹാസനം ഭാഗെ കർത്താനുഭാഗം വരുത്തപ്പെട്ട് അവിടെ വെച്ച് ദൈവം പുത്രമുഖാന്തരം അവർക്ക് വേണ്ടി വിധിക്കുന്ന വിധിയുടെ മുമ്പിൽ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുന്നു പോകുന്ന അവസ്ഥ. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തിയഴിയുന്ന ഗന്ധകത്തിപ്പോയിക. അവിടെ വീണാനുണ്ടാകുന്ന അനുഭവം എത്ര ഭയങ്കരമാണ്. അപ്പം നരകത്തെക്കുറിച്ചുള്ള ദർശനം, ഈ നരകത്തെക്കുറിച്ചുള്ള ദർശനം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇരിപ്പിലും എഴുന്നേപ്പിലും നടപ്പിലും കിടപ്പിലും പോക്കിലും വരവിലും ജീവിതത്തിലെ എല്ലാ രഹസ്യമണ്ഡലങ്ങളിലും നമുക്കുണ്ടായിരിക്കണം. കാരണം ഭയഭക്തിയോടെ ജീവിക്കുവാൻ വേണ്ടി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ വശീകരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, നമ്മൾ വസിക്കുന്ന ഈ ശരീരത്തിൻ്റെതായ അല്ലെങ്കിൽ ജഡത്തിൻ്റെതായ നമ്മുടെ മേലുള്ള സ്വാധീനവും വശീകരണവും അതിൻ്റെ അവസ്ഥകളും. രണ്ടാമതായിട്ട് അത് കൺമോഹങ്ങളാൽ നാം പാപത്തിന് അകപ്പെടുന്ന അവസ്ഥ. ലോകമോഹങ്ങളുടെ വശീകരണം നമ്മുടെ മേൽ ഉണ്ടായിട്ട് അതിൻ്റെ സ്വാധീനത്താൽ അതിൽ വീണു പോകുന്ന അവസ്ഥ. ജീവനത്തിൻ്റെ പ്രതാപത്തിനു വേണ്ടിയുള്ള കാഴ്ചപ്പാട് പിശാച് തന്നിട്ട് അതിൽ വീണു പോകുന്ന അവസ്ഥ, പാപത്തിൽ അകപ്പെടുന്ന അവസ്ഥ, ദ്രവ്യാഗ്രഹത്തിൻ്റെ വശീകരണങ്ങൾ കുടുങ്ങി വീണു പോകുന്ന അവസ്ഥ. അങ്ങനെ ഏതെല്ലാം നിലയിലുള്ള വശീകരണങ്ങളും സ്വാധീനങ്ങളും എല്ലാം ഒരു ദൈവത്തിൻ്റെ നേർക്കുണ്ട്. അതിൽ ആര് വീണു പോകുന്നുവോ അവൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവനല്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ ദൈവം അന്യപ്പെട്ടു പോയവനാ. അവൻ ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നില്ല, അവൻ ക്രിസ്തുവിലായിരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം യഥാർത്ഥമായും ക്രിസ്തുവേസുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിച്ചൊരു ദൈവവൈതൽ, ആത്മാവിന് സന്തോഷം അനുഭവിച്ചൊരു ദൈവവൈതൽ, രക്ഷിക്കപ്പെട്ട ശേഷം ക്രിസ്തുവിനാൽ ദൈവം അനുഭവിച്ച ആ സന്തോഷവും സമാധാനവും അനുഭവിച്ചൊരു ദൈവവൈതൽ. ഒരിക്കലും പിശാച് നമ്മെ പാപത്തിലേക്ക് ആകർഷിക്കാൻ വിളിക്കുമ്പോൾ, ജഡം പാപത്തിലേക്ക് ആകർഷിക്കാൻ വിളിക്കുമ്പോൾ, ലോകം പാപത്തിലേക്ക് ആകർഷിക്കാൻ വിളിക്കുമ്പോൾ, അത് വിവിധമാകുന്നതായ പരീക്ഷകൾ ഒരുക്കി ആദൻ തോട്ടത്തിലെ ഹവ്വായെ വശീകരിച്ച പോലെ അങ്ങനെയുള്ള വശീകരണത്തിൽ അത് മുമ്പിൽ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തി നമ്മെ വശീകരണം ശ്രമിക്കുമ്പോൾ യഥാർത്ഥമായൊരു ദൈവത്തിൽ വീണു പോകത്തില്ല. അവൻ അനുഭവിച്ചതായ രക്ഷയുടെ സന്തോഷത്തിന് മുമ്പിൽ, അവൻ അനുഭവിക്കുന്ന ദൈവീയ സമാധാനത്തിന് മുമ്പിൽ, ആശ്വാസത്തിന് മുമ്പിൽ, ആത്മാവിന് സത്യമുള്ള ആരാധനയിൽ കൂടെ അനുഭവിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ അവന് അതിലേക്ക് വീണു പോകാൻ കഴിയത്തില്ല, അതിൽ പെട്ടുപോകാൻ കഴിയത്തില്ല, അതിൽ വശീകരിക്കപ്പെടുവാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരുണ്ട്. അതെ, ഈ ഓരോരുത്തരുടെയും പ്രായത്തിൻ്റെ അളവനുസരിച്ച് കാലാകാലങ്ങളിൽ പലയിടങ്ങളിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി പോകേണ്ടി വരും, അല്ലെങ്കിൽ ജോലിക്കായി പോകേണ്ടി വരും. നമ്മൾ ജോലിക്കായിട്ട്
പോകേണ്ടി വരും. അല്ലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഏതെല്ലാം സ്ഥാനങ്ങൾ എന്തിനു വേണ്ടിയെല്ലാം പോകേണ്ടി വരും. ആരെയെല്ലാം കാണേണ്ടതായി വരും. ആ സ്ഥാനങ്ങളിലെല്ലാം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചത്, അരുതെന്ന് പറഞ്ഞ് നമ്മൾ വിലക്കിയിരിക്കുന്നത്, അതിൽ പെട്ടുപോകുന്നതായ സ്വാധീനങ്ങളും സന്ദർഭങ്ങളും പശ്ചാത്തലങ്ങളും മുൻപിൽ ഒരുങ്ങി വരും. ചന്ദ്രകമേശക്ക് അഭ്യന്തര ഗോവിന് അതെ അവനെ ആ കല്ലറുടെ വിദ്യയും ഭാഷ അഭ്യസിക്കാൻ കൊണ്ടുപോയപ്പോൾ അവന് രാജകീയമായ ഭോജനം, രാജകീയ വീഞ്ഞും വെച്ച് നീട്ടിയിട്ട് അവൻ തിരസ്കരിച്ചു. അവരുടെ കൃത്യത്തിൽ ഒരു പ്രമാണമുണ്ടായിരുന്നു, ജീവിതത്തിൽ ഒരു പ്രമാണമുണ്ടായിരുന്നു. ജോസഫിൻ്റെ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് പൊത്തിഫേറിൻ്റെ ഭാര്യ അവനെ തങ്ങളിലേക്ക് ആകർഷിച്ചപ്പോൾ അവൻ ആ പാപത്തിൽ വിട്ടുപോകുവാനായിട്ട് കഴിഞ്ഞില്ല. അവനിൽ ഒരു ആത്മീയ ദർശനമുണ്ടായിരുന്നു, അവനിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ ഈ നാളുകൾ ഏതവസ്ഥയിൽ എവിടെ ആയിരിക്കുന്നു, എപ്രകാരമായിരിക്കുന്നു, ഏത് നിലയിലായിരിക്കുന്നു? ഒരു കാര്യമുണ്ട്, താങ്കൾ ഇന്ന് ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും പാപത്തിൻ്റെ സ്വാധീനത്തിലാണോ? ഏതെങ്കിലും വശീകരണത്തിൻ്റെ കെണിയിലാണോ? ഏതെങ്കിലും ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് താങ്കൾ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ? അപ്പോൾ എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ദൈവമക്കളുടെ മുമ്പിൽ, ദൈവദാസന്മാരുടെ മുമ്പിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പാപം മറച്ച് എങ്ങനെയും അഭിനയിക്കുവാനായിട്ട് കഴിയും. എങ്ങനെയും നമുക്ക് അവരുടെ മുമ്പാകെ ഭക്തിയുടെ വേഷം ധരിക്കുവാൻ കഴിയും. പക്ഷേ അവരുടെ മുമ്പിൽ നമ്മൾ ശക്തിയെ ത്യജിച്ചവരായി, നമ്മൾ ദൈവം ഇല്ലാത്തവരായിരിക്കുന്നുള്ള സത്യം അവരാരും അറിഞ്ഞില്ലെങ്കിലും സ്വർഗ്ഗത്തിൽ ദൈവം കാണും. ആ കാര്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വിലപേറിയ സമയം വളരെ ശ്രേഷ്ഠമാണ്. ഈ വിലപ്പെട്ടതായ സമയം നമ്മൾ പ്രവർത്തിക്കേണ്ടതായ സമയം, അധ്വാനിക്കേണ്ടതായ സമയം, നമ്മുടെ ജീവിതത്തിൽ ചില കെട്ടുപണികൾ നടത്തിയെടുക്കേണ്ടതായ സമയം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി സംബന്ധമായ സ്റ്റെപ്പുകൾ വെക്കേണ്ട സമയം. ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവപൂർവ്വം വിട്ടുപോയി അന്യപ്പെട്ടു പോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വിട്ട് അന്യപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ ആലോചന വിട്ട് അന്യപ്പെട്ടു പോകരുത്. നമ്മുടെ മനസ്സിൻ്റെതായ ചിന്തകൾക്കും സ്വാധീനങ്ങൾക്കും അനുസരിച്ച് പെട്ടുപോകരുത്. മറ്റുള്ള സ്വാധീന വലയങ്ങളിൽ പെട്ടുപോയാൽ ജീവിതം അവിടെ അവസാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുടിയനായ പുത്രൻ്റെ ജീവിതത്തിൽ അവനെ ലോകപ്രകാരമുള്ളതായ കൂട്ടുകെട്ടിൽപ്പെട്ട് പാപത്തിൽ വീണപ്പോൾ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അവന് അവകാശം ചോദിച്ച് മേടിച്ച് ദൂരേക്ക് പോയി. അവൻ അടിച്ചു പൊളിച്ച്, ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഒടുവിൽ കാണാൻ കഴിഞ്ഞത് ഒന്നുമില്ലാത്തവനായി പന്നിയെ മേയ്ക്കുന്ന ഒരു പന്നിയുടമസ്ഥൻ്റെ വീട്ടിൽ ചെന്ന് ആ ജോലി സ്വീകരിച്ചു. അവൻ കൊടുത്തീല് സ്വീകരിച്ചു. ഒടുവിൽ അവൻ ആഹാരം പോലും കിട്ടാതെ, പന്നിക്ക് കൊടുക്കുന്നതായ ആഹാരം പോലും കിട്ടാതെ, ശരീരവും ക്ഷയിച്ച് വസ്ത്രവും ആകപ്പാടെ കീറിപ്പറിഞ്ഞ്, മുഖം താടി വളർത്തി, മുടി വളർത്തി ഒരു വിരൂപനായി മാറുവാനിടയായി. അവൻ അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ മടങ്ങിച്ചില്ല. അപ്പനോട് പറയും, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കും, നിൻ്റെ മകനെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ കൂലിക്കാരൻ്റെ അടുത്തിലെ പോലെ എന്നെ കണക്കാക്കണമേ എന്ന് ഞാൻ അവനോട് ഏറ്റുപറയും. എൻ്റെ അപ്പൻ കരുണയുള്ളവനാ. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അപ്പൻ അവനെ ഹൃദയമായി സ്വീകരിക്കുകയും അപ്പനോട് നിരപ്പ് പ്രാപിച്ച് അപ്പൻ്റെ ഭവനത്തിലെ സന്തോഷത്തിലേക്ക് യഥാസ്ഥാനപ്പെടുകയും ചെയ്തു. ഈ നാളിൽ താങ്കൾക്കൊരു യഥാസ്ഥാനം ആവശ്യമാണോ? ഒരു ക്രമീകരണം ആവശ്യമാണോ? ഒരു മാറ്റം ആവശ്യമാണോ? ഇന്നത്തെ നിലയിൽ താങ്കൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങൾ, തകർച്ചയുടെ അവസ്ഥകൾ, പരാജയത്തിൻ്റെ അവസ്ഥകളുണ്ട്. ഈ നാടൊരു ക്രമീകരണം ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നിനച്ചറിയാത്ത നാഴിൽ കർത്താവ് വരും. കർത്താവ് വരുന്നത് ശരീരത്തെയും ആത്മാവിനെയും പിന്നെ പ്രാണനെയും യഥാർത്ഥമായി ശുദ്ധീകരണം പ്രാപിച്ച, ഭയഭക്തിയോടെ ജീവിച്ച, ശക്തിയെ ധരിക്കാത്ത, അവൻ്റെ ശക്തിയിൽ നിലനിന്ന ഭക്തന്മാരെ ചേർപ്പാൻ, വിശുദ്ധന്മാരെ ചേർപ്പാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി താൻ എടുക്കപ്പെടുവാൻ യോഗ്യനായി ഒരുങ്ങപ്പെടുമോ? ഒരുങ്ങപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകാം. ഒരുക്കപ്പെട്ടില്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ പോകേണ്ടി വരും. ഈ നാൾ മാനസാന്തരപ്പെട്ട് ക്രമീകരണം പാലിക്കാം. ഈ വചനങ്ങളെ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കട്ടെ.